അച്ഛൻ്റെ കൂട്ടിന് സ്പൈഡർമാൻ മൂവി കാണാൻ വേണ്ടി പോകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഇന്ന്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നത് എന്താ വെച്ചാൽ എൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു സ്പൈഡർമാൻ മൂവി കണ്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള സ്പൈഡർമാൻ. അത് കഴിഞ്ഞിട്ട് ഇത്രയധികം സ്പൈഡർമാൻ സിനിമകൾ വന്നിട്ടുണ്ട്, പിന്നെയും കുറേ ആക്ടേഴ്സ് ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരു ലോകത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അച്ചു സാധാരണ ഇതുപോലത്തെ സിനിമകളൊക്കെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് അച്ചും ഉണ്ണിയൊക്കെ പോകാറുള്ളത് കേട്ടോ. നമ്മൾ ഈ ലാലേട്ടൻ്റെ മൂവി വരുമ്പോൾ മാത്രമാണ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ആരുള്ള വെച്ചാൽ ഞാൻ ഉണ്ണിയാണെങ്കിൽ ഉണ്ണി, അച്ചു ആണെങ്കിൽ അച്ചു കൂട്ടി പോവും. അപ്പം ഞാനിതാ ഇന്ന് അച്ചുവിന് കൂട്ടുകാരൊന്നും ഇല്ല കൂടെ പോകാൻ. അപ്പം എന്നെ നിർബന്ധിച്ചിട്ട് കൂടെ കൊണ്ടുപോകാം കേട്ടോ. 3D ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ പോവാം. അപ്പം എനിക്കിതിൻ്റെ കഥയും കാര്യങ്ങളും ഒന്നും അറിയില്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഹോട്ട്സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള എല്ലാതും അവിടെ ഉണ്ട്, പോയി കാണാൻ പറഞ്ഞു. അത്രയും സിനിമകൾ കാണാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ChatGPT അടുത്ത് ചോദിച്ചിട്ട് ഏകദേശം വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് സിനിമയ്ക്ക് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് സിനിമ മുഴുവൻ കണ്ടു തീർക്കാനായിട്ട് പറ്റി. ഒന്നും അറിയാണ്ട് ഇതെന്താണ് ഇവിടെ സംഭവിക്കണേ അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലായ്ക ഉണ്ടായിരുന്നില്ല. ഏകദേശം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ എന്തിനാ ഈ കല്യാണത്തിന് പോണ പോലെ ഒരുങ്ങി പോണേന്ന് വിചാരിക്കരുത്. പണ്ടൊക്കെ ഞാൻ സിനിമയ്ക്ക് ഇപ്പോൾ പോകുമ്പം രാത്രിക്കാണ് നമ്മൾ സിനിമ ബുക്ക് ചെയ്യുക. അപ്പം ഈ ഉറക്കത്തുനിന്ന് എണീറ്റ കോലത്തിലൊക്കെ സിനിമയ്ക്ക് പോകും കേട്ടോ. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂരത്തിനുള്ള ആൾക്കാർ സിനിമ തിയേറ്ററിൽ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നാട്ടിലുള്ള മൊത്തം ആളുകൾ ഉണ്ടാവും. നമ്മൾ ഏറ്റവും നന്നായി ഒരുങ്ങി പോകേണ്ടത് സിനിമ തിയേറ്ററിലേക്കാണ്. കാരണം ഒരുപാട് ആൾക്കാർ കാണില്ലേ. സംഭവം അതിനകത്ത് ഇരുട്ടത്തിരുന്ന് സിനിമ കാണാനാണെങ്കിലും അവിടെ ക്യൂ നിൽക്കാനും ഒക്കെ ആ സിനിമ തുടങ്ങുന്ന കുറേ നേരം ഒത്തിരി ആളുകൾ ഉണ്ടാവും. അപ്പം ഇത്തിരി ഒരു വൃത്തിക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളതുകൊണ്ടാണ് ഞാനന്ന് ഇത്തിരി കൂടുതൽ ഒരുങ്ങി കൺസീലറും പിന്നെ കുറച്ച് ഒരു ആഡംബരം കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തിനാ ഇപ്പം നമ്മളായിട്ട് കുറയ്ക്കണേ. ഞാൻ മാസത്തിലൊരിക്കലൊക്കെ കണ്ണെഴുതുന്ന ആളാണ്. അപ്പം കണ്ണൊക്കെ എഴുതി കുറച്ച് നല്ല ഒരുങ്ങിയിട്ടൊക്കെയാണ് പോണേ കേട്ടോ. ഒരുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സിനിമ ബുക്ക് ചെയ്ത് 2:30 ഉണ്ടായിരുന്നു. 2:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരുക്കം തീരുമ്പോൾ. അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി സിനിമ തുടങ്ങിയിട്ട് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടോ, അല്ലെങ്കിൽ അച്ഛനെ കൊന്നിട്ടുണ്ടാവും.